ചിക്കൻ പീസ് വെച്ചോക്കാം. അപ്പം ഞാനിന്ന് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് സാലഡ് ഇട്ട് കഴിക്കാട്ടോ. അടിപൊളിയാണ്. ശരിക്കും റെസ്റ്റോറൻറ്റിൽ നിന്ന് പറഞ്ഞാൽ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ റെസിപ്പി നോക്കിയാലോ. മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കൻ പീസിലേക്ക് നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 50 മിനിറ്റ്സ് വയ്ക്കാം. സവാളയും മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്യുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊത്തിയരിഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഒഴിച്ച് സവാള വറുത്ത് കോരാം. പിന്നെ കാഷ്നട്ടും മുന്തിരിയും വറുത്ത് കോരാം. പിന്നെ അതിനുശേഷം ചിക്കനും വറുത്ത് കോരാം കേട്ടോ. ഇനി ആ സെയിം ഓയിലിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ആഡ് ചെയ്യുക. അതൊന്ന് വഴറ്റി കഴിയുമ്പോൾ തക്കാളി ആഡ് ചെയ്യുക. അതും ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിലേക്ക് പെരുംജീരകം, സ്റ്റാർ അനേസും ഏലക്കായ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്ത ചോനീനിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ ബിരിയാണി മസാലയും 1 സ്പൂൺ തൈരും ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ആയിട്ട് നമുക്കൊന്ന് ഇളക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വയ്ക്കും. ഇനി റൈസ് പ്രിപ്പയർ ചെയ്യാം. ചൂടായ പാനിലേക്ക് നെയ്യ്, പെരുംജീരകം, കറുകപ്പട്ട, ഏലക്കായ, ഗ്രാമ്പു, ജാതിപത്രി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബേ ലീഫ് ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരിയും ഇട്ട് വഴറ്റി വെള്ളവും ആവശ്യത്തിന് ഉപ്പും നാരങ്ങനീരും വെളുത്തുള്ളി ചേർത്ത് അടച്ചു വയ്ക്കണം. അരി വെന്തതിന് ശേഷം നമുക്ക് ദം ചെയ്യാം. ഫസ്റ്റ് ലെയറിൽ ചിക്കൻ കറി, ദെൻ റൈസ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. മല്ലിയില, പുതിനയില, കാഷ്നട്ട്, കിസ്മിസ്, ഫ്രൈഡ് ഒനിയൻ, കുറച്ച് ഗരം മസാലയും തൂക്കി കൊടുക്കണം. അതിന് മുകളിൽ പിന്നെയും ഒരു ചിക്കൻ ലെയർ, ദെൻ റൈസിന് മുകളിൽ ഫ്രൈഡ് ഒനിയൻ, മല്ലിയില, പുതിനയില, കാഷ്നട്ട്, മുന്തിരി, ഗരം മസാല, പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് 30 മിനിറ്റ്സ് ലോ സിമ്മിൽ കുക്ക് ചെയ്യുക. ഞാനിതിൻ്റെ ഒപ്പം ഒരു പപ്പടവും കാച്ചുന്നുണ്ട്, ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.